ദേശീയ സിനിമ അവാർഡുകളിൽ മികച്ച നടനായി എന്തുകൊണ്ട് മമ്മൂട്ടിയെ പരിഗണിച്ചില്ല എന്ന വിമർശനമാണ് കഴിഞ്ഞ കുറച്ചധികം മണിക്കൂറുകളായി സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്ന പ്രധാന ചർച്ചാ വിഷയം. അതിനിടയിൽ മമ്മൂട്ടിയുടെ നൻപകൽ പോയിട്ട് ഒരു സിനിമ പോലും മത്സര രംഗത്തുണ്ടായിരുന്നില്ല എന്ന് സംവിധായകനും ദേശീയ അവാർഡ് ജൂറി അംഗവുമായ MP പത്മകുമാർ തുറന്നു പറയുകയാണ്. മമ്മൂട്ടി എത്ര മത്സരിച്ചാലും മമ്മൂട്ടിക്ക് അവാർഡ് കൊടുക്കില്ല, കാരണം ഭരിക്കുന്ന BJP ആണല്ലോ. അത് ഇത്രയും വലിയൊരു സിനിമ നാഷണൽ അവാർഡിലേക്ക് അയക്കാതിരുന്ന ആരുടെയൊക്കെ ചിന്തയായാലും അത് വളരെ മോശമായ ഒരു കാര്യമാണ്. അത്തരം ചിന്തകളെ നമ്മൾ വളരെ ഗൗരവത്തോടെ കാണണം. 2022 നമ്മുടെ കേരളത്തിൽ നിന്നും സൗത്തിൽ നിന്ന് അയച്ച സിനിമകളുടെ ലിസ്റ്റാണ് ഇതിനകത്ത്. ഈ സിനിമയുടെ ലിസ്റ്റിൽ എവിടെയും മമ്മൂട്ടി സാറിന്റെ ഒരു സിനിമകളും ഇല്ലെന്നുള്ളതാണ് ഏറ്റവും വേദനയുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. ഈ വെളിപ്പെടുത്തലിലെ പല കാര്യങ്ങളും സമൂഹ മാധ്യമങ്ങളിലടക്കം വലിയ ചർച്ചയാവുകയാണ്. കുറച്ചു നാളായി മമ്മൂട്ടി മത്സരിച്ചിട്ടും കാര്യമില്ല, മമ്മൂട്ടിക്ക് കേന്ദ്ര സർക്കാർ അവാർഡ് കൊടുക്കില്ല എന്ന ചർച്ചകളായിരുന്നു സമൂഹ മാധ്യമങ്ങൾ നിറയെ. ഇന്ന് പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചപ്പോൾ മികച്ച നടനുള്ള പുരസ്കാരം മമ്മൂട്ടിക്ക് കിട്ടിയില്ല. ഇതോടെ സർക്കാരിനെ അവഹേളിച്ചുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റുകളും കമന്റുകളും നിറയുകയാണ്. ഇത് കണ്ടിട്ടാണ് ഒരു അവാർഡ് ജൂറി അംഗമായ താൻ ഇത്തരമൊരു തുറന്നു പറച്ചിൽ നടത്തുന്നതെന്നാണ് MP പത്മകുമാർ പറഞ്ഞത്. 2022 ഇറങ്ങിയ നൻപകൽ നേരത്ത് മയക്കം മമ്മൂട്ടിയുടെ ഏറ്റവും മികച്ച ചിത്രങ്ങളിൽ ഒന്നായിരുന്നു. നൻപകൽ പോയിട്ട് മമ്മൂട്ടിയുടെ ഒരു സിനിമ പോലും മത്സര രംഗത്ത് ഉണ്ടായിരുന്നില്ല എന്നും മമ്മൂട്ടിയുടെ സിനിമകൾ ദേശീയ പുരസ്കാര മത്സരത്തിന് അയക്കാതിരുന്നത് ആരുടെ ബുദ്ധിയാണെന്നും കണ്ടെത്തണമെന്നുമാണ് MP പത്മകുമാർ ഒരു പ്രമുഖ മാധ്യമത്തിന് നൽകിയ പ്രതികരണം. 2022 ദേശീയ അവാർഡ് പ്രഖ്യാപിച്ചു. കുറച്ചു നാളായിട്ട് നമ്മളെല്ലാവരും കാതോർത്തിരുന്ന ഒരു പ്രഖ്യാപനമായിരുന്നു അത്. പല മാധ്യമങ്ങളും പ്രശസ്തമായ ദൃശ്യമാധ്യമങ്ങളും ഒക്കെ ഇതിനെക്കുറിച്ച് സജീവ ചർച്ചയിലായിരുന്നു. അതിൽ വന്ന അഭിപ്രായത്തിലെല്ലാം പറയുന്നത് മമ്മൂട്ടി എത്ര മത്സരിച്ചാലും മമ്മൂട്ടിക്ക് അവാർഡ് കൊടുക്കില്ല, കാരണം കേന്ദ്രം ഭരിക്കുന്നത് BJP ആണല്ലോ, എന്തായാലും കാന്താരയ്ക്ക് അവാർഡ് കിട്ടുമെന്ന് ചർച്ചകൾ കുറെ ദിവസങ്ങളായി നടക്കുന്നുണ്ടായിരുന്നു. ഇന്ന് അതുപോലെ തന്നെ സംഭവിച്ചു. മമ്മൂട്ടി സാറിന് അവാർഡ് കിട്ടിയില്ല. അത് മലയാളിക്ക് വല്ലാത്ത വേദനയാണ്. ആട്ടം പോലെയുള്ള സിനിമയ്ക്ക് നിരവധി അവാർഡുകൾ കിട്ടി, അതിൽ സന്തോഷിക്കുന്ന സമയമായിട്ടും മമ്മൂട്ടിക്ക് മികച്ച നടനുള്ള അവാർഡ് കിട്ടാത്തതിൽ നമുക്കൊക്കെ വല്ലാത്ത വിഷമമുണ്ട്. പലരും വളരെ മോശമായ അഭിപ്രായങ്ങളാണ് എഴുതിയത്. ഇതൊക്കെ വായിച്ചപ്പോൾ വളരെ വിഷമം തോന്നുന്നു. മമ്മൂട്ടിക്ക് വളരെ വലിയൊരു ഫാൻസ് ഉള്ള ആളാണ്. അതിൽ ജാതിയോ മതമോ രാഷ്ട്രീയമോ നോക്കാതെ നിരവധി പേരാണ് അദ്ദേഹത്തിൻ്റെ ആരാധകർ. അവാർഡ് നഷ്ടപ്പെട്ടതിൽ എല്ലാവർക്കും സങ്കടമുണ്ട്. നൻപകൽ നേരത്ത് മയക്കം പോലെയുള്ള അദ്ദേഹത്തിൻ്റെ സിനിമ വളരെ ഗംഭീരമായിരുന്നു. വളരെ സൂക്ഷ്മതലത്തിൽ ഒരു കഥാപാത്രത്തെ അദ്ദേഹം അഭിനയിപ്പിച്ചു ഫലിപ്പിച്ചു. തീർച്ചയായും ദേശീയ അവാർഡ് കിട്ടുമെന്നായിരുന്നു എല്ലാവരും കരുതിയത്. പക്ഷേ ആ സിനിമയ്ക്ക് ഒരു അവാർഡും കിട്ടിയില്ല എന്നുള്ളതാണ് സത്യം. ഈ ചർച്ചകളൊക്കെ വായിച്ചപ്പോൾ ഇതിനെപ്പറ്റി രണ്ടു വാക്ക് പറയണമെന്ന് എനിക്ക് ആഗ്രഹം തോന്നി. കാരണം ഈ കഴിഞ്ഞ അവാർഡ് കമ്മിറ്റിയിൽ ഞാനും ഉണ്ടായിരുന്നു. സൗത്ത് ജൂറിയിൽ ഞാനും അംഗമായിരുന്നു. എൻ്റെ മുന്നിൽ സൗത്തിലെ എല്ലാ സിനിമകളും വന്നതാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു നാഷണൽ ജൂറി അംഗമായിട്ട് പോകുന്നത്. അതുകൊണ്ട് ഞാൻ വളരെ ഗൗരവത്തോടെയാണ് ഇതിനെ സമീപിച്ചത്. എനിക്ക് രാഷ്ട്രീയമുണ്ടെങ്കിലും വിശ്വാസമുണ്ടെങ്കിലും സിനിമയെ സ്നേഹിക്കുന്ന ഒരാളെന്ന നിലയിൽ ഞാൻ ഓരോ സിനിമയും ആഴങ്ങളിലാണ് സമീപിക്കുന്നത്. സത്യത്തിൽ ഇങ്ങനെയൊക്കെ കമന്റുകൾ വരുമ്പോഴും എന്നെ വളരെ വേദനിപ്പിച്ച ഒരു സംഭവമുണ്ട്. 2022 സൗത്തിൽ നിന്ന് അയച്ച സിനിമകളുടെ ലിസ്റ്റ് എൻ്റെ കയ്യിലുണ്ട്. ഈ സിനിമകളിൽ എവിടെയും മമ്മൂട്ടി സാറിൻ്റെ ഒരു സിനിമ പോലും ഇല്ല എന്നുള്ളതാണ് സത്യം. അത് ഏറ്റവും വേദനയുള്ള ഒരു കാര്യവുമാണ്. മമ്മൂട്ടിയുടെ നൻപകൽ നേരത്ത് മയക്കം പോയിട്ട് അദ്ദേഹം അഭിനയിച്ച ഒരു സിനിമ പോലും നാഷണൽ അവാർഡിലേക്ക് അയച്ചില്ല. ഇത് ആരാണ് അയക്കാത്തത്? സിനിമ അയക്കാതിരുന്നിട്ട് ഓൺലൈൻ ചർച്ചയിൽ ആരൊക്കെ കൂടിയിരുന്നിട്ട് പടച്ചുണ്ടാക്കുകയാണ് മമ്മൂട്ടിക്ക് അവാർഡ് കൊടുത്തില്ല എന്ന്. മമ്മൂട്ടിയുടെ സിനിമകൾ ഒരെണ്ണം പോലും നാഷണൽ അവാർഡിലേക്ക് അയക്കാതെ അതിൻ്റെ പഴി മുഴുവൻ സർക്കാരിന് മുകളിൽ കെട്ടിവെച്ചതും ആരാണ് എന്നത് അന്വേഷിക്കേണ്ട കാര്യമാണ്. സംസ്ഥാനം ആര് ഭരിച്ചാലും കേന്ദ്രം ആര് ഭരിച്ചാലും ഭരിക്കുന്ന പാർട്ടി അധിക്ഷേപിക്കുന്ന ഒരു പ്രവണത നമ്മൾ കണ്ടുവരുന്നുണ്ട്. ഞാൻ അവിടെ ജൂറി ആയിരുന്നതാണ്, അതുകൊണ്ട് പറയുകയാണ്. അവിടെ രാഷ്ട്രീയത്തിൻ്റെയോ സർക്കാരിൻ്റെയോ ഒരു ഇടപെടലും ഇല്ലായിരുന്നു എന്നത് ഞാൻ നേരിട്ട് കണ്ടതാണ്. ഇതിൽ ഇടപെടൽ വന്നിട്ടുണ്ടെങ്കിൽ അത് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നല്ല, പുറത്തു നിന്ന് തന്നെയായിരിക്കും. ഇതിൻ്റെ പിന്നിൽ ആര് പ്രവർത്തിച്ചാലും ഇത്രയും വലിയൊരു സിനിമ നാഷണൽ അവാർഡിലേക്ക് അയക്കാതിരുന്നത് ആരുടെയൊക്കെ ചിന്തയായാലും അത് വളരെ മോശം കാര്യമാണ്. അത്തരത്തിലുള്ള കാര്യങ്ങളെ നമ്മൾ വളരെ ഗൗരവത്തോടെ കാണണം. എന്തായാലും ഇത് അയക്കാതിരുന്നത് മലയാളത്തിന് വലിയൊരു നഷ്ടമാണ് വരുത്തിയത്. മമ്മൂട്ടി എന്ന നടന് മാത്രമല്ല, മലയാളത്തിന് തന്നെ വലിയൊരു അവാർഡാണ് നഷ്ടമായതെന്നാണ് എനിക്ക് പറയാനുള്ളതെന്നും പത്മകുമാർ പ്രതികരിച്ചു. എന്തായാലും സൗത്തിൽ നിന്നുള്ള സിനിമകളിൽ വിലയിരുത്തുന്ന ജൂറി അംഗം തന്നെ നടത്തുന്ന ഇത്തരം വെളിപ്പെടുത്തലുകൾ ദേശീയ ചലച്ചിത്ര അവാർഡുമായി ബന്ധപ്പെട്ട പല ചോദ്യങ്ങൾക്കും അല്ലെങ്കിൽ തർക്കങ്ങൾക്കുമുള്ള ഉത്തരം കൂടിയാവുകയാണ്. എന്തുകൊണ്ട് മമ്മൂട്ടി ചിത്രങ്ങൾ പരിഗണിച്ചില്ല എന്നതിനപ്പുറം എന്തുകൊണ്ട് ഒരു മമ്മൂട്ടി ചിത്രം പോലും മത്സരത്തിനായി അയച്ചു കൊടുത്തില്ല എന്നത് തന്നെയാണ് വലിയ ചർച്ചയാകുന്നത്.